ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പിന്നെ നമ്മളിത് നാജി നൗഷി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിതാ ബ്രെഡ് കൊണ്ടുള്ള ഒരു സാൻഡ്വിച്ച് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടോക്കെ. പിന്നെ നമ്മൾക്കിത് റോളുണ്ട്, പോക്കറ്റ് ഷവർമയുണ്ട്, പിന്നെ കട്ട്ലറ്റും ഉണ്ട്. കട്ട്ലറ്റിൻ്റെ റെസിപ്പി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ തൊലിയൊന്നും പൊട്ടാത്ത രീതിയിലുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നതും ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ്. ബ്രെഡും കുറച്ച് മുട്ടയും മതി. വളരെ എളുപ്പമാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ 4 മുട്ടയാണ് എടുത്തത്. അത് നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് എരിവിനായിട്ട് പച്ചമുളകാണ് എടുക്കുന്നത്. കുറച്ച് എരിവുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എരിവ് കുറയ്ക്കണ്ട, നല്ലോണം എരിവുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പിടിയോളം മല്ലിയിലയും പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട്. അത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പൊടിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ബ്രെഡ് ഇതാ പൊടിച്ച് സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം മറ്റ് 2 സൈഡിലുള്ള ബ്രെഡ് ഇതുപോലെ വെച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സാൻഡ്വിച്ചൊക്കെ പോലെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ തന്നെ ആ ഒരു മസാലേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിൽ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരും വീട്ടിലുണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സ്നാക്കും റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം കവർ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഇതാ ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു ഭാഗം നല്ല ക്രിസ്പിയും ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഫില്ലിങ് ഇല്ലാതെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചീസെല്ലാം ഇട്ടിട്ട് ഒരു ചെറിയൊരു ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു ചട്നിയൊക്കെ വെച്ചിട്ടുള്ളത് ഒരു ഫീലിംഗാണ്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ചൊക്കെ ചീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഓർഡറെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് പോയത്. ഇന്ന് ഞങ്ങൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നാജി നൗഷി വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഗെറ്റ് ടുഗദറും അവർക്കൊരു ട്രീറ്റും എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ലേഡീസിന് നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണല്ലേ. ഒറ്റയ്ക്ക് രാത്രിയിൽ ഈ വണ്ടിയെടുത്ത് പോകാമെന്ന് വെച്ചാൽ അത് ഭയങ്കര കഴിവല്ല. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വണ്ടിയൊക്കെ ഓടിക്കുമെങ്കിലും നമ്മൾ ഇത് ഒറ്റയ്ക്ക് രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ധൈര്യമുള്ളവർക്കേ പറ്റൂ. അപ്പോൾ അവരുമായിട്ട് ഒന്നൊരു ചെറിയൊരു മീറ്റപ്പ് എല്ലാം ചെയ്ത് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും ചോദിച്ചേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ഇടുന്നതുകൊണ്ട് എന്താ അഭിപ്രായം എന്നുള്ളതും കൂടി പറയണേ. അതോ ഞാൻ റെസിപ്പി വീഡിയോസ് മാത്രമാണോ ഷെയർ ചെയ്യേണ്ടതെന്നും കൂടി പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ല വീഡിയോവുമായി വീണ്ടും വരാം. ബായ്.